شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا رب شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാന്യരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുസമ്മിലാണ് അല്ലേ. 4-ാമത്തെ ആയത്തിലാണ് നമ്മുടെ ചർച്ചയുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഔസിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർത്തീല. സദഖല്ലാഹുൽ അലിയുൽ അളീം. പരിശുദ്ധ ഖുർആൻ നിങ്ങൾ സാവധാനം അർത്ഥമാലോചിച്ച് ഓതണം. നമ്മളതിൻ്റെ മര്യാദകൾ പറഞ്ഞു. അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത് നിത്യേന പതിവാക്കേണ്ട ചില സൂറകളും ആയത്തുകളും അത് ഒരിക്കലും ഒഴിവാക്കരുത് എന്നാണ് അല്ലേ. അത് ഏതൊക്കെയാണ് എന്നൊരൊറ്റ നോട്ടത്തിൽ നമുക്കൊന്ന് പഠിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നത്. കടമ തീർക്കാനല്ല, നമുക്കതുകൊണ്ട് ദുന്യവിയായ ഉഖ്റവിയായ എല്ലാ നേട്ടങ്ങളും അല്ലാഹുവിൻ്റെ ഭാഗത്തുനിന്നുള്ള പ്രതിഫലങ്ങളും കിട്ടണം എന്ന് ആലോചിച്ച് തന്നെ അത്തരം നിത്യേന പതിവാക്കേണ്ട സൂറത്തുകളും ആയത്തുകളും നമ്മൾ കൊണ്ടു നടക്കുകയും വേണം. പരിശുദ്ധ ഖുർആനിലെ 114 സൂറത്തുകൾക്കും മഹത്വവും പ്രാധാന്യവും ഉണ്ട്. എന്നാൽ അതിൽ ചില സൂറത്തുകൾക്ക് വല്ലാത്ത ശ്രേഷ്ഠതയുണ്ടെന്നാണ്. വലിയ ശ്രേഷ്ഠത അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. അത് പാരായണം ചെയ്താൽ വലിയ പ്രതിഫലവും വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മഹാന്മാരായ ഉലമാ, ഇമാം ഗസാലിയെ പോലെയുള്ള, അബ്ദുല്ലാഹ് ഇബ്നു യാഫിയെ പോലെയുള്ള റളിയല്ലാഹു അൻഹും ഇവരൊക്കെ ചില പരിശുദ്ധ ഖുർആനിലെ സവിശേഷമായ ചില സൂറത്തുകളെക്കുറിച്ച് മാത്രം ഗ്രന്ഥരചനകൾ നടത്തിയിട്ടുമുണ്ട്. ഓരോ ആയത്തുകൾക്കും അല്ലെങ്കിൽ ചില സൂറത്തുകൾക്ക് ചിലതിനേക്കാൾ പ്രാധാന്യമുണ്ട്. ഇതെങ്ങനെയാണ്? എല്ലാം അള്ളാന്റെ കലാമല്ലേ, പിന്നെന്താ ഒന്നിന് പ്രാധാന്യം മറ്റൊന്നിന് പ്രാധാന്യം കുറവ് എന്നതിന് ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ ജവാഹിറുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ മറുപടി പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. അദ്ദേഹം പറയാണ്, എല്ലാ ആയത്തുകളും റബ്ബിന്റെ കലാമാണ്. അപ്പോൾ ഏത് മാനദണ്ഡം വെച്ചാണ് ചില സൂറത്തുകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയത് എന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ആയത്തു ദൈൻ എന്ന് പറഞ്ഞ ഒരായത്തുണ്ട്. കടമിടപാടിനെ കുറിച്ച് വിവരിക്കുന്ന ഒരായത്തുണ്ട്. കടം, അതിന് ഇടപാട്, കടം കൊടുക്കുമ്പോൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞൊരായത്തുണ്ട്. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്താണത്. അതേപോലെ തന്നെ ആ ആയത്തും അള്ളാഹുവിൻ്റെ മഹത്തായ ഗുണവിശേഷണങ്ങൾ പ്രതിപാദിക്കുന്ന ആയത്തുൽ കുർസിയും അതൊരായത്താണ്. കടത്തെക്കുറിച്ച് പറയുന്ന ആയത്തും റബ്ബിൻ്റെ വലിയ ഗുണങ്ങൾ പറയുന്ന ആയത്തുൽ കുർസിയും, ഇത് രണ്ടും സത്യത്തിൽ 2 ആയത്തുകളാണ് അല്ലേ. നമ്മൾ വ്യത്യാസമല്ലേ അല്ലേ. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഏകത്വം മനസ്സിലാക്കി തരുന്ന സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദും അബൂലഹബിനെ ശപിക്കുന്ന തബ്ബത്ത് യദാ അബീ ലഹബും 2 വ്യത്യാസമല്ലേ. ഈ വ്യത്യാസം മനസ്സിലാക്കാൻ കുറേ പഠിച്ചണോ? ഇത് പൊതുവേ നമുക്ക് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അറിയുന്ന വ്യത്യാസമല്ലേ. സ്വാഭാവികമായിട്ടും ആയത്തുൽ ദൈനിലേക്കാൾ ആയത്തുൽ കുർസിക്ക് മഹത്വമില്ല. 2 ആയത്ത് തന്നെയാണ്, പക്ഷേ ആയത്തുൽ കുർസിക്കാണ് മഹത്വം കൂടുതൽ. അതേപോലെ തന്നെ തബ്ബത്ത് യദാ അബീ ലഹബ് എന്ന സൂറയേക്കാൾ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത ഏതിനാണ്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന അള്ളാഹുവിൻ്റെ തൗഹീദ് പറയുന്ന സൂറത്തിനാണ്. അങ്ങനെയാണ് ഇതിൻ്റെ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഒന്നിനേക്കാൾ ശ്രേഷ്ഠത കൂടുന്നത് ഈ രൂപത്തിലാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ല, യാസീൻ ഖുർആനിൻ്റെ ഹൃദയമാണ് എന്ന് അല്ലേ. സൂറത്തുൽ ഫാത്തിഹ ഖുർആനിൻ്റെ സൂറത്തുൽ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞില്ലേ. ആയത്തുൽ കുർസി ആയത്തുള്ള നേതാവാണെന്ന് പറഞ്ഞില്ലേ. സൂറത്തുൽ ഇഖ്ലാസ് ഖുർആനിൻ്റെ 3-1 സ്ഥാനത്ത് നിൽക്കുന്നതാണെന്ന് പറഞ്ഞില്ലേ. ഇതൊക്കെ ഇങ്ങനെ അതിന് പ്രത്യേകതകൾ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വേറെ പറയാൻ കാരണം. അപ്പം ആ ഒരു സംശയം വേണ്ട. ഒക്കെ അള്ളാഹുവിൻ്റെ കലാം തന്നെയാണ് ശരി. പക്ഷേ അതിൻ്റെ ഉള്ളടക്കങ്ങൾ പരിഗണിക്കുമ്പോൾ അതിന് ചില പ്രത്യേകതകളുണ്ട്. ഏതായാലും അതിലൊരു സംശയവുമില്ല അല്ലേ. പരിശുദ്ധ ഖുർആന്റെ ഏത് ഭാഗത്തു നിന്ന് ഏത് അക്ഷരം ഓതിയാലും 1-10 എന്നത് വെച്ച് കിട്ടുമെന്ന് ഉറപ്പാണ്. ചില സൂറകൾക്ക്, ചില ആയത്തുകൾക്ക് അതിലേറെ പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട് അല്ലേ, തീർച്ചയായിട്ടും. അപ്പോൾ ആ നിത്യേന പതിവാക്കേണ്ട സൂറകൾ നമുക്കൊന്നിങ്ങനെ ഓടിച്ചു പോയാലോ അല്ലേ. ഫാത്തിഹ നിത്യേന പതിവാക്കേണ്ട സൂറയാണ്. നിസ്കാരത്തിലും സുന്നത്തിക്കാത്ത ഓതുന്നൊക്കെ അല്ലാതെ നമ്മൾ ഫാത്തിഹ വേറെ തന്നെ ഓതണം കേട്ടോ.
ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഇത് എപ്പോഴും എന്നും പതിവാക്കണമെന്നാണ്. ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ മുഅവ്വിദത്തൈനി എന്ന് പറഞ്ഞാൽ ഏതാ? അവസാനത്തെ രണ്ടെണ്ണം. കാവൽ ചോദിക്കുന്ന 2 സൂറത്തുകൾ എന്നാണ്. കാവൽ ചോദിക്കാൻ ഉപയോഗിക്കുന്ന 2 സൂറകൾ മുഅവ്വിദത്തൈനി. അതാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഓരോ നിസ്കാരത്തിന് ശേഷവും മുഅവ്വിദത്തൈനി പ്രത്യേകം ഓതൽ പുണ്യമുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ദുആ ചെയ്യുമ്പോഴൊക്കെ ഈ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനും നമ്മൾ ഓതണം. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ? ഒന്ന് ദുആർക്കാണെങ്കിൽ അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ഫാത്തിഹ ഓതും, ഖുൽ ഹുവല്ലാഹു ഓതും, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഖുൽ ഹുവല്ലാഹു 3 പ്രാവശ്യം ഓതും ചെയ്യും. ഖുൽ ഹുവല്ലാഹു 3 പ്രാവശ്യം ഓതുന്നതിൻ്റെ ഇതറിയില്ല നമുക്ക്. ഖുൽ ഹുവല്ലാഹു 1 പ്രാവശ്യം ഓതിയാൽ ഖുർആനിൻ്റെ 3 തുല്യമാണ് എന്നാണ്. 3 ഓതിയ കൂലി കിട്ടും. അപ്പോൾ 3 പ്രാവശ്യം ഓതിയാലോ മുഴുവൻ ഓതിയ കൂലി കിട്ടും. 3 എന്ന് പറഞ്ഞാൽ പിന്നെ ബാക്കി 2 ഭാഗമല്ല, 2 ഭാഗത്തിനും കൂടെ ഓരോ ഖുൽ ഹുവല്ലാഹു ഓതിയാൽ 3 ഭാഗമായി. അപ്പോൾ ഖുർആൻ മൊത്തമായി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ മൊത്തം ഖത്മ് തീർത്തൊരു കൂലിയായി അവിടെ അല്ലേ? 3 തുല്യമാണ് ഖുൽ ഹുവല്ലാഹു എന്ന് പറഞ്ഞാൽ അത് 3 വട്ടം ഓതിയാൽ ഖുർആനും 3 മുഴുവൻ ഓതിയ പോലെ ആയില്ലേ? അതുകൊണ്ടാണ് ദുആക്ക് മുമ്പ് അത് മുഴുവൻ ഓതുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിന് ആ ഒരു കൂലിയൊക്കെ മനസ്സിൽ കണ്ടിട്ട് എന്തിനാ അങ്ങനെ ഓതുക ഇൻഷാ അല്ലാഹ്. ഫാത്തിഹയെക്കുറിച്ചൊക്കെ ഇപ്പോൾ പറഞ്ഞാൽ തീരുമില്ല, ഒരുപാട് പറയാനുണ്ട്. ഇപ്പോൾ അങ്ങനെ ഓരോ വിഷയത്തെക്കുറിച്ചും ഓരോ ആയത്ത് സൂറത്തിനെ കുറിച്ചും പറയാനും ഒരുപാട് പറയാനുണ്ടാവും. അതുകൊണ്ട് ഞാനത് ചുരുക്കമാണ്. നമ്മൾ നിത്യേന ഓതേണ്ട സംഗതികളാണ് ഈ പറയുന്നത്. ആ പേരുകൾ മാത്രം പറഞ്ഞു പോകാനാണ് എനിക്ക് താല്പര്യം. പക്ഷേ അതിൻ്റെ ശ്രേഷ്ഠതകൾ കുറച്ചൊന്ന് പറഞ്ഞു നോക്കാം അല്ലേ? ഫാത്തിഹ എന്നൊക്കെ പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൻ്റെ തുടക്കം. എന്താണ് പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ വലിയ മഹത്തായ അനുഗ്രഹമാണ് ഫാത്തിഹ. അങ്ങനെ മറ്റൊരു പ്രവാചകനും കൊടുക്കാത്ത 2 സംഗതികളാണ് ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ആമന റസൂൽ എന്ന സൂക്തങ്ങളും. അത് പാരായണം ചെയ്ത് ഫാത്തിഹയും ആമന റസൂലും ഓതിയിട്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ ഇതിലേതെങ്കിലും ഒന്ന് ഓതിയിട്ട് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു ഉത്തരം ചെയ്യും എന്ന് ഹദീസിലുണ്ട്. ഫാത്തിഹയും സൂറത്തുൽ ബഖറയുടെ അവസാന ഭാഗം ഓതി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഭൗതികവും പാരത്രികവുമായ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കും എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു എന്ന് മുഹദ്ദിസീങ്ങളായ ആളുകൾ അത് പറയുന്നുമുണ്ട്. ഏതാനും ഖുർആനിൽ ഏറ്റവും ശ്രേഷ്ഠമുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് തുല്യമായ തൗറാത്തിലോ ഇഞ്ചിലിലോ സബൂറിലോ ഖുർആനിൽ തന്നെ അവതരിച്ചിട്ടില്ല എന്നാണ്. ദുന്യവയും ഉഖ്റവിയുമായ നിരവധി ഫലങ്ങൾ ഫാത്തിഹയിലൂടെ ലഭിക്കുമെന്ന് മഹാന്മാരെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. രോഗശമനത്തിന് ഏറ്റവും നല്ല മരുന്നാണ് ഫാത്തിഹ. ആവശ്യപൂർത്തീകരണത്തിന് ഏറ്റവും നല്ല സൂറത്താണ് ഫാത്തിഹ. ഒരുപാട് ഫലം ചെയ്യുമെന്നാണ്. രോഗികൾക്കരികിൽ വെച്ച് സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതി ദുആ ചെയ്യുന്നതിന് പ്രത്യേകം പ്രതിഫലമുണ്ട്. ഓതിയിട്ട് ഊതുന്നതിനും പ്രത്യേകം പ്രതിഫലമുണ്ട്. രോഗികൾക്കടുത്ത് വെച്ചിട്ട് ഫാത്തിഹയും ഇഖ്ലാസും മുഅവ്വിദത്തൈനും ഓതുക, എന്നിട്ടത് ഊതുക അവരുടെ ശരീരത്തിൽ. ഫാത്തിഹക്ക് ഷിഫ എന്ന് പേരുണ്ടല്ലോ, സൂറത്ത് ഷിഫ എന്ന് പേരുണ്ട്. അത് ഇതാണ് കാരണം. സൂറത്തു അർ റുഖിയ എന്ന് പേരുണ്ട്. അർ റുഖിയ മന്ത്രം. സൂറത്ത് ഷിഫ എന്ന് പേരുണ്ട്, അർ റുഖിയ. ഇത്തരം പേരുകളിലൊക്കെ ഈ ഫാത്തിഹ സൂറത്ത് അറിയപ്പെടുന്നു എന്നത് തന്നെ ചികിത്സാ രംഗത്ത് അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കുന്ന വിഷയമാണ്. അപ്പോൾ നമ്മളൊക്കെ അത് മരുന്നായി ഉപയോഗിക്കുക. നമ്മൾ വീടുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് പിന്നെ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ട മരുന്ന് ഇതാണ്. എന്നിട്ട് പിന്നെ നമ്മൾ ചികിത്സിക്കുക, ഡോക്ടറെ അടുത്ത് വാക്ക് നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഫാത്തിഹ ഓതിയിട്ട് ഖുർആനും ആയത്തുൽ കുർസിയും ഖുൽ ഹുവല്ലാഹു മുഅവ്വിദത്തൈനൊക്കെ ഓതിയിട്ട് മന്ത്രിക്കുക, പിന്നെ ഊതിക്കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള ചികിത്സ തന്നെയാണ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുമാണ്. വിഷചികിത്സക്ക് ഏറ്റവും നല്ല മരുന്നാണ് സൂറത്തുൽ ഫാത്തിഹ എന്ന ഹദീസിൽ തന്നെയുണ്ട് അല്ലേ? സഹാബികൾ ഒരു യാത്രാമധ്യേ ഒരു നാട്ടിൽ താമസിക്കാൻ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ അറബ് ഗോത്രങ്ങൾ അവരെ സ്വീകരിച്ചില്ല. ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്തായി, പിന്നെ യാത്ര തുടരാനുള്ള തയ്യാറെടുപ്പിനിടയിൽ അവിടെ ഒരു ഗോത്രത്തലവനെ ആ നാട്ടിലെ നേതാവിനെ തേളുകുത്തി പല ചികിത്സകൾ നടത്തിയെങ്കിലും വിഫലമായി. അവസാനം അവർ ഈ യാത്രാ സംഘത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഇവരെ അന്വേഷിച്ചിട്ട് ഇവരോട് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കുന്ന ആൾക്കാരുണ്ടോ? അല്ലെങ്കിൽ മന്ത്രിക്കുന്ന ആൾക്കാരുണ്ടോയെന്നല്ല, തേള് കുത്തിയിട്ടുണ്ട്, നിങ്ങൾ വിഷത്തിനുള്ള മരുന്നുകൾ ആരെങ്കിലും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂ സഈദ് ഖുദ്രി റഹ്മത്തുള്ളാഹി അലൈഹി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ വരാം, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ചെന്നിട്ട് മന്ത്രിച്ചു എന്നാണ്. ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചു. ഫാത്തിഹ ഓതിയിട്ട് ഇയാൾക്ക് ഓതി കൊടുത്തപ്പോൾ ഇയാൾക്ക് സുഖമായി. അതിന് സന്തോഷകരമായി ഒരു 30 ആടുകൾ നൽകുകയും ചെയ്തു. പിന്നെ
ആ പാരിതോഷികം ലഭിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചിട്ട് നമുക്കിത് വാങ്ങാം, അവിടുത്തെ നിർദ്ദേശം പോലെ ചെയ്യാം എന്ന് പറഞ്ഞ് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുകയും വിഷയം പറയുകയും ചെയ്തപ്പോൾ തങ്ങൾ പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് ആയിക്കോട്ടെ, നിങ്ങളത് വാങ്ങിക്കോളൂ, നിങ്ങൾ ചെയ്തത് ശരിയാണ്, അതിനുള്ള പ്രതിഫലം വാങ്ങിക്കോളൂ, അതിൽ നിന്ന് ഒരു വിഹിതം എനിക്കും തന്നേക്കണേ എന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ അത് അംഗീകരിച്ചു, ആ ഒരു പണി അംഗീകരിച്ചു. ഫാത്തിഹ കൊണ്ട് മന്ത്രിച്ചു ആ വിഷം അവിടുന്ന് ഇറങ്ങി. സുബ്ഹാനല്ലാഹ്. വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു യാത്രക്കിടയിൽ ഒരു യുദ്ധത്തിനുള്ള യാത്രയാണ്, ഒരാൾ ബോധക്ഷയം ബാധിച്ച് കിടക്കുന്ന ഒരാളെ കണ്ടു സഹാബികൾ. അപ്പോൾ അതിൽപ്പെട്ട ഒരാൾ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ സൂറത്തുൽ ഫാത്തിഹ ഓതി മന്ത്രിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധം കിട്ടി എന്നും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിഷയം അറിഞ്ഞപ്പോൾ അത് ഉമ്മുൽ ഖുർആനാണ്, ഏത് രോഗത്തിനും ശമനം നൽകുന്നതാണ് എന്ന് പറയുകയും ചെയ്തു. ഇമാം സുയൂത്തി തങ്ങൾ ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സംഗതികൾ, ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തിരക്കാണ്. സൂറത്തുൽ ഇഖ്ലാസ് അതിൻ്റെ ശ്രേഷ്ഠതകളും പറഞ്ഞാൽ തീരുവില്ല. സുബ്ഹാനല്ലാഹ്. 4 വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ എങ്കിലും അതിൻ്റെ മഹത്വവും പ്രാധാന്യവും ഇരട്ടിയാണ്. അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങൾ പ്രതിപാദിക്കുന്ന, അള്ളാഹു എന്താണെന്ന് വെച്ചാൽ ആ താരീഫ്, അതിൻ്റെ ഡെഫിനിഷൻ പറയുന്ന ഒരു സൂറയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിച്ചു ചോദിച്ചില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും എല്ലാ ദിവസവും ഖുർആനിൻ്റെ 1/3 ഭാഗം, ഓരോ രാത്രിയിലും ഖുർആനിൻ്റെ 1/3 ഭാഗം പാരായണം ചെയ്യാൻ കഴിയാതിരിക്കുമോ? അപ്പോൾ സഹാബികൾ ചോദിച്ചു, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ദിവസവും പതിവായി ഖുർആൻ 1/3 ഭാഗം എങ്ങനെ പാരായണം ചെയ്യാനാണ്? അത് പ്രയാസമാവില്ലേ? അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖുൽ ഹുവല്ലാഹു എന്ന് തുടങ്ങുന്ന സൂറത്ത് ഖുർആനിൻ്റെ 1/3 ഭാഗമാണ്. മുഅ്മിനായ ഒരു മനുഷ്യൻ 3 കാര്യങ്ങൾ ചെയ്താൽ അവന് സ്വർഗത്തിൽ ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ കടക്കാൻ അനുമതി ലഭിക്കും എന്ന് ഹദീസിലുണ്ട്. അതേപോലെ തന്നെ ഹൂറുലൈങ്ങളിൽ നിന്ന് ഇഷ്ടമുള്ളവരെ ഇണയായി സ്വീകരിക്കാൻ അനുവാദം ലഭിക്കുന്നതുമാണ്. 3 കാര്യങ്ങൾ ചെയ്യണം. ഇഷ്ടമുള്ള വാതിൽ കൂടെ കടക്കാം, ഹൂറുലൈങ്ങൾ ഇഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കാം. ഏതാ 3 കാര്യങ്ങൾ? 1, കൊലയാളിക്ക് മാപ്പ് നൽകുക. 2, ആരും അറിയാത്ത കടം വീട്ടുക. 3, എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ പാരായണം ചെയ്യുക. ഇത്ര സിമ്പിളാണല്ലേ? 10 തവണ പാരായണം ചെയ്താൽ മതി. എനിക്ക് ആരും അറിയാത്ത കടങ്ങൾ വീട്ടുക, കൊലയാളിക്ക് മാപ്പ് കൊടുക്കുക. അതൊക്കെ വലിയ വിഷയങ്ങളാണ്. പെട്ടെന്ന് മാപ്പ് കൊടുക്കാനും മനസ്സ് സമ്മതിക്കൂല. അതുകൊണ്ടാണ് ഇത്ര വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തത്. അപ്പോൾ ആരും അറിയാത്ത കടം വീട്ടുക. അറിയണ കടം വീട്ടാനും അതിന് വായാനും മണ്ടാനൊക്കെ കുറേ ആൾക്കാരുണ്ടാവും. 4 ആൾക്കാരെ അറിയുള്ളൂ. ആരും അറിയാതെ പഠിച്ചവൻ മാത്രം, പഠിച്ചവൻ്റെ തൃപ്തി മാത്രം രക്ഷപ്പെട്ട് അറിയാതെ ആ കടങ്ങൾ വീട്ടി കൊടുക്കുക. ആ കടം വാങ്ങിയ ആളും കൂടി അറിയില്ല എൻ്റെ കടം ഇന്നയാൾ വീട്ടിൽ നിന്നുള്ളത്. ആ രൂപത്തിൽ കടം വീട്ടുന്ന ആളുകൾ. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ ഹദീസ് പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു സദസ്സെന്ന് ചോദിച്ചു, നമുക്കൊക്കെ ഉണ്ടാകുന്ന സംശയം, ഈ 3 കൂടിയും ചെയ്യണം, അത് 3 ഏതെങ്കിലും 1 ചെയ്താലും സ്വർഗത്തിൽ ഏത് വാതിലും പോകാൻ പറ്റുമോ? അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ച സംശയം ഇതാണ്, ഇവയിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്തവർക്കും അത് ലഭിക്കുമോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും 1 ചെയ്ത ആൾക്കും ഇത് ലഭിക്കുന്നതാണ്. യാ അല്ലാഹ്. അപ്പോൾ 1 ചെയ്താൽ മതി. അപ്പോൾ ഫർദ് നിസ്കാരത്തിന് ശേഷം 50 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ എന്താണ് പറയുക, ശീലമാക്കുകയാണെങ്കിൽ സ്വർഗത്തിൻ്റെ ഏത് വാതിലും പോകാമെന്ന് അതിലിപ്പോൾ ഹദീസ് പറഞ്ഞത്. വെറുതെ പറയലല്ലോ, സാക്ഷാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ പറയുന്നത്. ജീവിതത്തിൽ ഒരിക്കലും പോലും കളവ് പറഞ്ഞിട്ടില്ലാത്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെന്താ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസം? കൊണ്ട് നടക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ആമീൻ ഇൻഷാ അല്ലാഹ്. നമുക്ക് കുറച്ചുകൂടെ ഇത് സംബന്ധമായിട്ട് പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. ഈ സൂറത്തുള്ള ശ്രേഷ്ഠതകൾക്ക് ക്ലാസ്സുകൾ നീണ്ടുപോകുമെന്നതുകൊണ്ട് ഞാൻ ചുരുക്കമാണ്. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലാക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.